നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പറക്കലിനിടെ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു, നിരവധി യാത്രക്കാർക്ക് പരിക്ക്. യാത്രക്കിടെ ഖത്തർ എയർവേസിൽ സംഭവിച്ചത്. ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ട വളരെ ആശ്ചര്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഖത്തർ എയർവേസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു. ദോഹയിൽ നിന്ന് ഇന്തോനേഷ്യയിലെ ഡെൻപസറിലേക്ക് പുറപ്പെട്ട QR960 വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്. തുടർന്ന് ബാങ്കോക്കിൽ അടിയന്തരമായി നിലത്തിറക്കി പരിക്കേറ്റ യാത്രക്കാർക്ക് വൈദ്യസഹായം ലഭ്യമാക്കി. യാത്രാമധ്യേ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് ചില യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും വിമാനം സുരക്ഷിതമായി ബാങ്കോക്കിൽ ഇറക്കി യാത്രക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുകയുമായിരുന്നുവെന്ന് ഖത്തർ എയർവേസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് അറിയിക്കുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട അറിയിപ്പിൽ ഖത്തർ എയർവേസ് അറിയിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭക്ഷണവും താമസ സൗകര്യവും ഖത്തർ എയർവേസ് ഒരുക്കിയിട്ടുണ്ടെന്നും വ്യാഴാഴ്ച ഇവരെ ഡെൻപസറിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതേസമയം നേരത്തെ യൂറോപ്പിലേക്കുള്ള യാത്രക്കിടെ ഖത്തർ എയർവേസിന്റെ വിമാനത്തിന് എന്തും സംഭവിക്കാമെന്ന തരത്തിൽ മുൾമുനയിലാക്കിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സമയം വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വിവരിക്കുകയായിരുന്നു. മുൻ എയർ ട്രാഫിക് കൺട്രോളർ കൂടിയായ ലൂക്കാസ് ആൻഡേഴ്സൺ ആണ് ഈ യാത്രക്കാരൻ. ദോഹയിൽ നിന്ന് കോപ്പൻഹെഗനിലേക്ക് പറന്നുയർന്നതായിരുന്നു ഖത്തർ എയർവേസിന്റെ വിമാനം. വിമാനത്തിനകത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഈ സമയത്ത്. എന്നാൽ പറന്നുയർന്ന 1850 അടി ഉയരത്തിലെത്തിയ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ 850 അടി താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. ഈ സമയം വിമാനത്തിൽ കൂട്ട നിലവിളിയായിരുന്നുവെന്നാണ് ഈ യാത്രക്കാരൻ പറഞ്ഞത്. ഭാര്യയ്ക്കും 11ഉം 9ഉം വയസ്സുള്ള 2 മക്കൾക്കും സഹോദരിക്കും ഒപ്പമായിരുന്നു 43-കാരനായ ആൻഡേഴ്സൺ യാത്ര ചെയ്തിരുന്നത്. വിമാനം താഴേക്ക് പതിക്കാറായപ്പോൾ താൻ ആദ്യം ചെയ്തത് തങ്ങൾ എത്ര ഉയരത്തിലാണെന്ന് കണ്ടെത്താനായിരുന്നു ശ്രമിച്ചത് എന്ന് ആൻഡേഴ്സൺ പറഞ്ഞത്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ ഡിപ്പാർച്ചർ എത്രമാത്രം ദുഷ്കരമായ ഒന്നാണെന്ന് തനിക്ക് അറിയാമെന്നും ഇത്രയും ഉയരത്തിൽ നിന്നുള്ള പതനത്തിന്റെ ആഘാതം വ്യക്തമായി മനസ്സിലാകുമെന്നും ആൻഡേഴ്സൺ പറഞ്ഞു. ഫസ്റ്റ് ഓഫീസർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നും അതാണ് വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കാൻ ഇടയാക്കിയത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞു. പിന്നീട് ക്യാപ്റ്റൻ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും 6 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനം സുരക്ഷിതമായി കോപ്പൻഹേഗിൽ എത്തിച്ചേരുകയും ചെയ്തു. ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ട സംഭവമായിരുന്നു ഉണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.